എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വിദ്യാവീതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വിദ്യാവീതി ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ ആദ്യത്തെ കേട്ടറ്റിൻ്റെ ബാച്ച് തുടങ്ങാൻ പോവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതുവരെ കേട്ടറ്റ് പരീക്ഷ എഴുതാത്തവർക്കും അതുപോലെ ഇനി ആദ്യമായിട്ട് കേട്ടറ്റ് പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും ഉള്ള ഒരു വീഡിയോയാണിത്. അപ്പോൾ സർവീസിലുള്ള അധ്യാപകർ മാത്രം ഈ വീഡിയോ കേൾക്കുക. അതുപോലെ തന്നെ സർവീസിലുള്ളവർക്കും മാത്രം, സർവീസിൽ ആരൊക്കെ ഉണ്ടോ അവർ മാത്രം കേൾക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കാറ്റഗറി 1, 2 എഴുതുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. കാരണം ഞങ്ങളിപ്പോൾ വിദ്യാവീതി ഈ 2 വിഷയങ്ങൾക്ക് മാത്രമാണ് ക്ലാസ് ആരംഭിക്കുന്നുള്ളൂ. 17-ാം തീയതി, മാർച്ച് 17-ാം തീയതിയാണ് നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. ആദ്യത്തെ ബാച്ച് രാത്രി 9 മണിക്ക് നമ്മൾ ക്ലാസ് തുടങ്ങും. അടുത്ത വിജയത്തിലേക്കുള്ള ഒരു കുതിപ്പാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പം കാത്തിരിക്കാതെ നമുക്ക് പഠിച്ചു തീർക്കാം. കാരണം നമുക്കറിയാം മെയ് മാസമാണ് കേട്ടറ്റ് പരീക്ഷ പറഞ്ഞിരിക്കുന്നത്. മെയ് മാസമാണ് കേട്ടറ്റ് പരീക്ഷ പറഞ്ഞിരിക്കുന്നത്. ഇത് മാർച്ചാണ്. മാർച്ച് 17-ന് രാത്രിയിലാണ് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നത്. അത് മെയ് മാസം വരെ എന്ന് പറയുമ്പോഴത്തേക്കും കൂടിപ്പോയാൽ ഒരു 2 മാസത്തിനകത്ത് സമയമേ നമുക്ക് ഇനി നമ്മളുടെ മുമ്പിലുള്ളൂ. ഏകദേശം 45-50 ദിവസങ്ങൾ മാത്രം. ഈ 50 ദിവസം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് പഠിച്ച് ജയിക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞുതരാം. അതിനു മുൻപേ ഞാൻ കേട്ടറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. കേട്ടറ്റ് കാറ്റഗറി 1-ഉം കാറ്റഗറി 2-ഉമാണ് നമ്മളുടെ ഈ ബാച്ചിലുള്ളത്. കേട്ടറ്റ് കാറ്റഗറി 1-ഉം കാറ്റഗറി 2-ഉമാണ് നമുക്ക് ഈ ബാച്ചിലുള്ളത്. കേട്ടറ്റ് കാറ്റഗറി 1-ൻ്റെ അകത്ത് 5 വിഷയങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് സൈക്കോളജി പെഡഗോജി 30 മാർക്ക്, ഗണിതം 30 മാർക്ക്, EVS 30 മാർക്ക്, മലയാളം 30 മാർക്ക്, ഇംഗ്ലീഷ് 30 മാർക്ക്. അങ്ങനെ മൊത്തം 150 മാർക്കിലാണ് നമ്മളുടെ പരീക്ഷ. നിങ്ങൾ ഒരുപാട് പേര് ഗൈഡുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ മേടിച്ച് പഠിക്കാൻ തുടങ്ങിയവരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, പഠിച്ച് പരീക്ഷ എഴുതിയിട്ട് കിട്ടാത്തവരുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പരീക്ഷയുടെ റെക്ടിഫൈഡ് ആൻസർ കീ പോട്ടെ, പ്രൊവിഷണൽ ആൻസർ കീ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഒരുപാട് പേരിപ്പോൾ 100 മാർക്കിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ചിലരെന്ത് ചെയ്തിട്ടുണ്ട്, 90-ന് മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ചിലർ മാത്രമാണ് 90-ന് താഴെ സ്കോർ ചെയ്ത് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അപ്പം നല്ലൊരു കേട്ടറ്റ് പരീക്ഷ കിട്ടിയിട്ട് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളുടെ തന്നെ പ്രശ്നമാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം കുറേ നാളുകളായിട്ട് കണ്ടുവരുന്ന കേട്ടറ്റ് പരീക്ഷകളിൽ നിന്നും ഒരുപാട് എളുപ്പത്തിലായിരുന്നു സൈക്കോളജിയുടെയും മാത്സിൻ്റെയും EVSൻ്റെയും മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത്. അപ്പോൾ അത്രയും നല്ലൊരു പരീക്ഷ നിങ്ങൾക്ക് കിട്ടിയിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ, ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളുടെ പോരായ്മയായിട്ട് കാണുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ റിസ്ക് എടുക്കാതെ നന്നായിട്ട് പഠിക്കുക. നമുക്ക് കേട്ടറ്റ് പഠിക്കാനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ തന്നെ ഈ പറയുന്ന ഫേസ്ബുക്കിൽ ഞങ്ങളെ വിളിക്കുന്നവരുടെ പൂർണ്ണമായിട്ടുള്ള പരാതിയാണ് നിങ്ങളുടെ ഫീസ് കൂടുതലാണെന്ന്. ഞങ്ങൾ കേട്ടറ്റിന് മേടിക്കുന്ന ഫീസ് കൂടുതലാണെന്നൊരു പൊതു പരാതിയുണ്ട്. അതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ എവിടെ പഠിച്ചാലും നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകൾക്കൊക്കെ ക്ലാസ് കിട്ടുമായിരിക്കും. പക്ഷേ എല്ലാം റെക്കോർഡഡ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഉള്ള ലൈവ് ക്ലാസ്സുകളോ കിട്ടും. നമ്മുടെ വിദ്യാവീതി ക്ലാസ് എടുക്കുന്നത് നിങ്ങളുടെ കുട്ടികളെ എപ്രകാരമാണോ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെയായിരിക്കും. ഞങ്ങൾ എടുക്കുന്നത് ഓൺലൈൻ ആയിരിക്കും എന്ന് മാത്രമാണ് ഉള്ളൂ. ഓൺലൈനിൽ എങ്ങനെ ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ പറ്റുമോ അതുപോലെ ആയിരിക്കും ഞങ്ങൾ ക്ലാസ് എടുക്കുക. കാരണം എല്ലാ ദിവസവും 17-ാം തീയതി രാത്രി 9 മണി മുതൽ നിങ്ങളുടെ പരീക്ഷ എന്നാണോ, മെയ്യിലാണെങ്കിൽ മെയ്, ജൂൺ ആണെങ്കിൽ ജൂൺ, ജൂലൈ ആണെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ് ആണെങ്കിൽ ഓഗസ്റ്റ്, സർവീസിലുള്ളവർക്കുള്ള സ്പെഷ്യൽ പരീക്ഷ നടക്കുന്നത് എന്നാണോ ആ പരീക്ഷയുടെ തലേ ദിവസം വരെ ഒരു ദിവസം പോലും അവധിയില്ലാതെ ശനിയും ഞായറുമടക്കം രാത്രി 9 മണി മുതൽ 10 മണി വരെ നിങ്ങൾക്ക് നമ്മൾ ലൈവായിട്ട് ഗൂഗിൾ മീറ്റ് വഴിയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം ചോദിക്കും, നിങ്ങൾ ഗൂഗിൾ മീറ്റായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുമ്പോൾ നിങ്ങളുടെ ഈ ക്ലാസ് ഞങ്ങൾക്ക് അന്ന് കാണാൻ പറ്റിയില്ലെങ്കിൽ, ഞങ്ങൾക്ക് അന്നൊരു പിറന്നാളുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന്. ഇന്നെടുക്കുന്ന ക്ലാസ് നാളെ രാത്രി ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഉച്ചയ്ക്കാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇടും. എന്നാലും പറയുകയാണ്, അടുത്ത ദിവസത്തെ ക്ലാസ്സിന് മുന്നേ നമ്മുടെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് കാണാം.
എത്ര തവണ വേണമെങ്കിലും കാണാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും കാണാം, ഏത് സമയത്തും നിങ്ങൾക്ക് കാണാം. പരീക്ഷ വരെ നിങ്ങൾക്കത് കണ്ടുകൊണ്ടേയിരിക്കാം. അത് തരുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല, അത് നിങ്ങൾക്ക് കാണാൻ പോകാതെ പറ്റാതെ വരുമോ, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്കൊരു നോട്ട് എഴുതുമ്പോൾ അത് മുഴുവനായിട്ട് എഴുതിയെടുക്കാൻ പറ്റാതെ വരുമോ, അങ്ങനെ എന്തെങ്കിലും ഒരു റെഫറൻസിന് വേണ്ടി കേൾക്കണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചിലരൊക്കെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പോകുന്നവരുണ്ട്. അപ്പോൾ തലേ ദിവസത്തെ ക്ലാസ് ഒന്നും കൂടെ ഒന്ന് റീവൈൻഡ് ചെയ്ത് അവർക്ക് കേൾക്കണമെങ്കിലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ തരുന്നത്. നമ്മുടെ വിദ്യാവീതി ടീച്ചർ പ്ലസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ വഴിയായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ തരിക. അപ്പോൾ എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ തരുന്നത് കൊണ്ടാണ് ഇപ്പം 45 ദിവസം ഉണ്ടെങ്കിൽ ഈ 45 ദിവസവും 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമ്മൾ ക്ലാസ് തരുന്നതിനാണ് നമ്മൾ ഫീസ് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീസ് കുറച്ച് കൂടുതലാണ്. നിങ്ങൾക്കറിയാം ഡെയിലി വേജ് ടീച്ചർമാർക്ക് കിട്ടുന്ന ശമ്പളം നിങ്ങൾക്ക് ഇപ്പോൾ എത്രയാണെന്നറിയാം. അത്രയെങ്കിലും നമ്മൾ കൊടുക്കണ്ടേ നമ്മുടെ ക്ലാസ് എടുക്കുന്ന ടീച്ചർമാർക്ക്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ക്ലാസ്സിന് ഫീസ് മേടിക്കുന്നത്. നമ്മൾ ഓരോ പരീക്ഷയ്ക്കും ഫ്രഷായിട്ട് തന്നെ പുതിയ ബുക്ക് നിങ്ങളെ കൊണ്ട് വാങ്ങിച്ച് പുതുതായിട്ട് തന്നെ പഠിപ്പിക്കുന്ന ശൈലിയാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ക്ലാസ്സിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വഴി, അതായത് നിങ്ങൾക്ക് അങ്ങോട്ടും സംസാരിക്കാൻ പറ്റും. ചിലരൊക്കെ ലൈവ് ക്ലാസ്സുകൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ വെറുതെ ഇതിങ്ങനെ ഇരുന്ന് മറ്റേ പൂച്ച TV കാണുന്ന പോലെ കാണുക എന്നുള്ളതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാവും ഞാവും എന്ന് വെച്ചാൽ ആ ഞാവും ഞാവും അപ്പുറം കേൾക്കില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് സംശയം ചോദിച്ചാലും ആ സംശയം നിങ്ങൾക്ക് യഥാസമയത്ത് തന്നെ തീർത്ത് പോകാൻ പറ്റുന്ന തരത്തിൽ, തീർത്ത് തരാൻ പറ്റുന്ന തരത്തിലുള്ള എക്സ്പേർട്ട് ടീച്ചർമാരെയാണ്, സബ്ജക്റ്റ് എക്സ്പേർട്ടുകളെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫീസ് ഇച്ചിരി കൂടുതലാണ്. പിന്നെ നമുക്ക് ആർത്തി മൂത്തി 150 മാർക്കിനൊന്നും നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. 150-ൽ 150 മേടിക്കണം എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ നിങ്ങൾക്ക് 150-ൽ 100 മാർക്ക് എങ്ങനെയെങ്കിലും മേടിക്കാനാണ് പരിശീലിപ്പിക്കുന്നത്. കാരണം 100 മാർക്ക് മേടിച്ചാൽ നമ്മൾ സേഫ് സോണിലാണ്. ഇനി 2 ചോദ്യം തെറ്റിപ്പോവോ അല്ലെങ്കിൽ നമ്മൾ കറപ്പിച്ച് തുറന്ന് മാറിപ്പോവോ ഒക്കെ ചെയ്താലും നമുക്ക് 90 ജയിക്കാൻ വേണ്ടത് എപ്പോഴും നമ്മളുടെ കയ്യിൽ സേഫായിരിക്കും. കേട്ടറ്റ് പരീക്ഷ ക്വാളിഫൈഡ് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 150-ൽ 150 മേടിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. മേടിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ മേടിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈവ് ക്ലാസ്സിന് ഇടവേളകളോ അല്ലെങ്കിൽ അവധികളോ ഒന്നുമില്ല. ഇന്ന് തുടങ്ങി ക്ലാസ് തുടങ്ങുകയാണെന്നും പറഞ്ഞ് ഇന്ന് രാത്രി തുടങ്ങിയാൽ പിന്നെ ടീച്ചർമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അസുഖങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റോ വന്നാൽ മാത്രമായിരിക്കും നമുക്കൊരവധി കിട്ടുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അങ്ങനെ ഒരു അവധി തരേണ്ട കാര്യം എന്തിനാ, ആ സമയത്ത് വേറൊരു ടീച്ചർക്ക് ക്ലാസ് എടുക്കത്തില്ലേ? അങ്ങനെ ഞങ്ങൾ എടുക്കില്ല. ഞങ്ങൾ എടുക്കുന്നത് സൈക്കോളജിയാണ് തുടങ്ങുന്നതെങ്കിൽ സൈക്കോളജിയുടെ വിഷയം മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാതെ ഞങ്ങൾ മാത്സിലേക്കോ EVSലേക്കോ മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ പോവില്ല. അതുപോലെ മാത്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ മാത്സ് തീരാതെ ഞങ്ങൾ വേറെ ഒരെണ്ണം തുടങ്ങില്ല. EVS ആണെങ്കിൽ EVS തീരാതെ വേറെ ഒരെണ്ണം തുടങ്ങില്ല. മലയാളമാണെങ്കിൽ മലയാളം തീരാതെ ഒരെണ്ണം തുടങ്ങില്ല. അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെന്താ നിങ്ങളങ്ങനെ തുടങ്ങാത്തതെന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞു തരാം. അതായത് നിങ്ങളിങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഇന്ന് മലയാളം പഠിച്ചിട്ട് നാളെ കണക്ക് പഠിച്ച് നാളെ കഴിഞ്ഞ് EVS പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിടത്തും ഒന്നും എത്താൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വേണം പഠിക്കാനായിട്ട്. ഇനി കാറ്റഗറി 2 എടുത്ത് നോക്കാം. കാറ്റഗറി 2ൻ്റെ അത് നമുക്ക് മലയാളം 30 മാർക്ക് വരുന്നുണ്ട്, ഇംഗ്ലീഷ് 30 മാർക്ക് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വരുന്ന എന്താണ്, സൈക്കോളജി പെഡഗോജി 30 മാർക്ക് വരുന്നുണ്ട്. ഈ പറയുന്ന 3 വിഷയങ്ങളും എന്താണെന്നറിയോ, കാറ്റഗറി 1നും 2നും കോമൺ ആണ്. ഒരേ സിലബസ് തന്നെയാണ്. വ്യത്യാസം വരുന്നത് എന്താണ്, ഈ പറയുന്ന സാധനമാണ്. ഇതൊരു ഓപ്ഷനാണ്. അതായത് ഒന്നുകിൽ മാത്സും സയൻസും ചേർത്ത് മാത്സ് 30 മാർക്കും സയൻസ് 30 മാർക്കും ചേർത്ത് 60 മാർക്ക്. ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്തവരുണ്ടെന്നേ വെറുതെ എവിടെയെങ്കിലും പോയി ഒരു ഒരു ഓൺലൈൻ ക്ലാസ്സിനും ചേർന്നിട്ട് എന്തൊക്കെയോ പഠിച്ചു പോയി പരീക്ഷ എഴുതിയിട്ട് ഞാൻ തോറ്റുപോയി എന്നും പറഞ്ഞ് വരുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അത് അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് വെക്കുവാണെങ്കിൽ സോഷ്യൽ 60 മാർക്ക്. ഈ സോഷ്യലിൻ്റെ അകത്ത് 4 തിരിവുകളുണ്ട്. എന്താണ്, ഹിസ്റ്ററി, പിന്നെ ജിയോഗ്രഫി, പിന്നെ എന്താണ് പൊളിറ്റിക്കൽ, പിന്നെ ഏതാണ് എക്കണോമിക്സ്. ഇങ്ങനെ 4 തിരിവുകൾ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. അതായത് ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്. ഇങ്ങനെ 4 തിരിവുകൾ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് പഠിപ്പിക്കാൻ നമുക്കിവിടെ അധ്യാപകരുണ്ടെന്നേ. സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ ചിലർ വിചാരിക്കുമോ ഈ പറയുന്ന 7ാം ക്ലാസ് വരെയല്ലേ ഈ പറയുന്ന കാറ്റഗറി 2 ഉള്ളൂ, അപ്പോൾ അതിൽ നിന്നല്ലേ ചോദിക്കുകയുള്ളൂ. അതിൽ നിന്നൊന്നും അല്ല ചോദിക്കുന്നത്. ഇത് വിഷയാടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മളോട് ചോദിച്ചു വരുന്നത്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ പറയുന്ന ഫീസ് മേടിക്കാതെ പറ്റൂല, തരവില്ല. അപ്പോൾ 10-30 ക്ലാസ് ഞങ്ങൾക്ക് സോഷ്യൽ സയൻസിന് വേണ്ടി മാത്രം എടുക്കണം. അപ്പോൾ ഞങ്ങൾക്ക് അത്ര മേടിക്കണ്ടേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കേ, മേടിക്കണം.
അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഇത്രയും ഫീസ് മേടിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് എന്താണെന്ന് അറിയാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, എങ്ങനെയാണെന്ന് അറിയാതെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം വളരെ സമയം കുറച്ചേ ഉള്ളൂ. നമുക്ക് ഏറെക്കുറെ മെയ് മാസം പരീക്ഷ നടത്തിയാൽ ഒരു 45 മണിക്കൂർ 50 മണിക്കൂറൊക്കെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റത്തുള്ളൂ. ആ 50 മണിക്കൂർ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് കാറ്റഗറി 1ഉം 2ഉം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കേട്ടറ്റ് കാറ്റഗറി 1നും 2നും മാത്രമാണ്. ഈ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ നിങ്ങൾക്ക് തരുമെന്നറിയാമോ? നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ് നൽകുന്നത്. അത് രാത്രി 9 മണി മുതൽ 10 വരെ ആയിരിക്കും. അതിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പങ്കെടുക്കണം. പങ്കെടുത്തെങ്കിൽ മാത്രമേ വിദ്യാവീതിയിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കാര്യമുള്ളൂ. രണ്ടാമത്തെ കാര്യം, വിദ്യാവീതി അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ മുഴുവൻ സിലബസും റെക്കോർഡ് വീഡിയോ ആയി നൽകുന്നതാണ്. നമ്മളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് തുറന്നാൽ നമ്മുടെ അഡ്മിഷൻ എടുത്ത ഒരാൾക്കാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ് എല്ലാ വിഷയത്തിൻ്റെയും നമ്മൾ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത വീഡിയോ ക്ലാസ്സുകൾ അതിൻ്റെ അകത്തുണ്ടാവും. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്കത് കാണാനുള്ള അവസരമുണ്ട്. ഇത് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് കാണണ്ട, കാരണം നമ്മളതെല്ലാം ലൈവായിട്ട് എടുക്കുന്നതാണ്. സംശയങ്ങൾ തീർക്കാൻ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് വേർഷൻ ക്ലാസ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ നൽകുന്നതാണ്. അതെന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് എടുക്കുന്ന ലൈവ് ക്ലാസ്, ഇപ്പം ഞാൻ നിങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന പോലെ ഇങ്ങനെ എടുക്കുന്ന ലൈവ് ക്ലാസ് നമ്മൾ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി തരും. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഏത് സമയത്തും നിങ്ങളുടെ സൗകര്യത്തിന് യൂട്യൂബിൽ കയറി വീഡിയോ കാണുന്നത് പോലെ സ്പീഡിൽ കാണാം, പതുക്കെ കാണാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്കത് ഉപയോഗിക്കാം. പിന്നെ എല്ലാ ദിവസവും നടത്തുന്ന ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡ് വേർഷൻ പിറ്റേന്ന് തന്നെ ആപ്ലിക്കേഷൻ നൽകുന്നതാണ്. അതായത് കുറേ ദിവസത്തേക്ക് വെക്കത്തൊന്നുമില്ല. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞാൽ നാളെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കും, അത് നിങ്ങൾക്ക് നാളെ തന്നെ തരും. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ അധ്യാപകരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കും. നിങ്ങൾ തലേദിവസം എടുക്കുന്ന ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട. വിദ്യാവീതിയെ സംബന്ധിച്ച് നിങ്ങളത് തുറന്നങ്ങോട്ട് ചോദിക്കുക. അതിന് നിങ്ങൾക്കൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ നിങ്ങൾ പഠിക്കുന്ന സംശയങ്ങൾ ചോദിക്കുക. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ നിങ്ങളുടെ സംശയം എന്താണോ അത് ആ നമ്പറിൽ ചോദിച്ചാൽ അത് കൺസേൺഡ് ടീച്ചറിന് അയച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും. പിന്നെ ദിവസവും രാത്രി പരീക്ഷ നടത്തുന്നതാണ്. പരീക്ഷ വിശകലനവും അന്ന് തന്നെ നടത്തും. നമ്മൾ പരീക്ഷ നടത്തുന്നത് ഓരോ ടോപ്പിക്ക് തീരുമ്പോഴാണ്. അപ്പോൾ ഇന്ന് പഠിപ്പിക്കുന്ന ടോപ്പിക്കിൻ്റെ പരീക്ഷ നാളെ തന്നെ നടത്തും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു 8:30 ആകുമ്പോൾ നമ്മളൊരു PDF ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും അതിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ചെയ്യാനുള്ള ഓപ്ഷൻ വെച്ച് നിങ്ങളത് ചെയ്തതിന് ശേഷം രാത്രി 11 മണിയാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തര സൂചിക ഗ്രൂപ്പിൽ തരും. അത് വെച്ച് നിങ്ങൾ നോക്കുക. പിറ്റേന്ന് നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് എത്ര കിട്ടിയെന്ന് നിങ്ങൾക്ക് തന്നെ വിശകലനം ചെയ്യാൻ പറ്റും. പിന്നെ അവസാന ഘട്ടത്തിൽ പരീക്ഷ പേപ്പർ വിശകലനവും കലാശക്കൊട്ടുമായിരിക്കും നടത്തുക. പഠിച്ചതെല്ലാം ഓർമ്മിക്കാനും പുതുക്കാനും ഈ ഘട്ടം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അങ്ങനെ നിങ്ങൾക്ക് മുഴുവനായിട്ട് ഒരു ഫുൾ കോഴ്സാണ് നിങ്ങൾക്ക് വിദ്യാവീതി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലേക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ പരസ്യം, ഇത് മാറിപ്പോയതാണ്, ഇത് പഴയ വീഡിയോയ്ക്കകത്ത് കിടന്നതാണ്. നമ്മൾ ആരംഭിക്കുന്നത് മാർച്ച് മാസം 17-ാം തീയതിയാണ്. മാർച്ച് 17-നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത് എന്നാണ്. മാർച്ച് 17-ന്, അതായത് മറ്റന്നാൾ. ഇനി ഇതിൻ്റെ അകത്ത് 100 പേർക്കാണ് അഡ്മിഷൻ. അതിൽ നമുക്കിനി വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. കാറ്റഗറി 1 ആയാലും കാറ്റഗറി 2 ആയാലും. ഫീസ് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഫീസുണ്ട്. ആ ഫീസ്, നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് പരീക്ഷ വരെ 5000 രൂപയാണ്. ഈ പരീക്ഷ ഇനി എന്നാണോ, സ്പെഷ്യൽ പരീക്ഷ എന്ന് നടക്കുന്നോ അന്ന് വരെ നമുക്ക് 5000 രൂപയാണ് ഫീസ്. ഈ ഫീസ് അടച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിദ്യാവീതിയെ കോൺടാക്റ്റ് ചെയ്യാം. 94 95 177 417 വിദ്യാവീതിയുടെ നമ്പർ. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട. മാർച്ച് 17-ന് മുന്നേ, പറ്റുമെങ്കിൽ ഇന്നോ നാളെയോ ഒക്കെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിന് അഡ്മിഷൻ എടുത്തോളുക കേട്ടോ. വേറെ ഒന്നും വിചാരിക്കേണ്ട. നമ്മൾ ലൈവ് ക്ലാസ് നടത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുക, വിജയിക്കുക. കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയ്ക്ക് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. നമുക്ക് മെയിലാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ നമുക്ക് സമയക്കുറവുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യുമെന്ന് കരുതുന്നു. നന്ദി. നമുക്ക് നേരിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.